എല്ലാവർക്കും ശരത്'S പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പോക്കോ M2 Pro ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജൂലൈ 14-ാം തീയതി ആയിരിക്കും ഇന്ത്യയിൽ ആദ്യത്തെ സെയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ ലീക്കും കാര്യങ്ങളെല്ലാം വെച്ചാണ് ആ ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എന്തൊക്കെയാണ് ഈ ഒരു ഫോൺ റിലീസ് ചെയ്തപ്പോൾ അതിൽ വ്യത്യാസം വന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പോക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ പേര് മാറ്റിയിട്ട് റീബ്രാൻഡ് എന്ന് പറഞ്ഞൊരു പേരിലേക്ക് ആക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു പോക്കോ M2 Pro എന്ന് പറഞ്ഞ ഫോൺ നമ്മുടെ റെഡ്മിയുടെ നോട്ട് 9 Pro എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഗ്ലോബൽ വെർഷൻ്റെ റീബ്രാൻഡാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ പോക്കോ ഇതേപോലത്തെ ഫോണുകൾ റീബ്രാൻഡ് ചെയ്ത് ഇത്രമാത്രം ഹൈപ്പ് കൊടുത്ത് ഇറക്കുന്നതെന്ന്. എന്നാലും നമുക്ക് ഈ ഒരു ഫോണിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. പ്രധാനമായും മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൽ വെച്ച് നമ്മുടെ സ്ക്രീന് 6.67 ഇഞ്ച് സ്ക്രീൻ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഇതിലും സ്ക്രീൻ വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഡ്രോപ്പ് നോച്ച് സ്ക്രീൻ ആയിരുന്നു. എന്നാൽ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഡോട്ട് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ പ്രതീക്ഷിച്ച പോലെ സ്നാപ്ഡ്രാഗണിന്റെ 720G എന്ന് പറഞ്ഞ ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു ഫോണിലുള്ളത്. എന്നാൽ നമ്മുടെ അൺടൂട്ടൂല് ബെഞ്ച് മാർക്കിൽ വന്ന ഫോൺ എന്ന് പറയുന്നത് 6GB 128GB എന്ന് പറഞ്ഞ വേരിയന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഈ ഒരൊറ്റ വേരിയന്റിൽ മാത്രമേ ഈ ഫോൺ ഇറങ്ങുള്ളൂ. എന്നാൽ നമ്മുടെ സർപ്രൈസിന് അവർ 4GB 64ഉം 6GB 64ഉം കൂടാതെ 6GB 128ന്റെ മോഡലുകളാണ് ഇറക്കിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 17,000 rupees ആയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ 6GB 128GB എന്ന് പറഞ്ഞ വേരിയന്റിന് 17,000 rupees തന്നെയാണ് ഈ ഒരു ഫോണിന് വന്നിരിക്കുന്നത്. ഇനി 6GB 64GB എന്ന് പറഞ്ഞ വേരിയന്റിന് ഏകദേശം 15,000ഉം കൂടാതെ നമ്മുടെ 4GB 64 എന്ന് പറഞ്ഞ വേരിയന്റിന് 14,000 rupeesമാണ് ഇതിന് പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഈ ഫോൺ 5 കളറിലാണ് വരാൻ റൂമർ ചെയ്തിരുന്നത്. എന്നാൽ ഇത് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കളറിൽ ഡിഫറൻസ് ഉണ്ട്. 3 കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലൂ കളറും ഒരു ഗ്രീൻ കളറും ഒരു ബ്ലാക്ക് കളറുമാണ് ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. അതേപോലെ നമ്മുടെ റെൻഡറുകളിലെല്ലാം പറഞ്ഞിരുന്നത് അലുമിനിയം ബോഡി ആയിരിക്കും എന്നാണ്. എന്നാൽ അലുമിനിയം ബോഡി അല്ല ഈ ഒരു ഫോണിന് വന്നത്, ഗ്ലാസ് ബോഡിയാണ് ഈ ഒരു ഫോണിന് വന്നിരിക്കുന്നത്. പക്ഷേ ഗ്ലാസ് ബോഡി ഉണ്ടെങ്കിലും വയർലെസ് ചാർജിങ്ങും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിലില്ല. അടുത്ത പ്രധാനമായിട്ടുള്ള വ്യത്യാസം വന്നത് നമ്മുടെ ക്യാമറയിലാണ്. അപ്പോൾ ക്യാമറ പ്രതീക്ഷിച്ചിരുന്നത് 64 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറയായിരുന്നു. പക്ഷേ ഈ ഒരു ഫോൺ റിലീസ് ചെയ്തപ്പോൾ ഇതിൽ വന്നത് 48 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറയാണ്. പിന്നെ കൂടാതെ നമ്മുടെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ഈ 48 പ്രൈമറിയും കൂടാതെ 8 മെഗാപിക്സലിന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വൈഡ് ആംഗിളും പിന്നെ 5 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസും ഒരു 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു ഫോണിലുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സൽ തന്നെയാണ്. കൂടാതെ ഈ ഫോൺ ഔട്ട് ഓഫ് ബോക്സ് വരുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് 10 MIUI 11 വെർഷനിലാണ്. ഇനി വേറൊരു ചെറിയ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചത് 5020 mAhന്റെ ഒരു ബാറ്ററി ആയിരുന്നു. എന്നാൽ ഈ ഫോണിൽ വന്നിരിക്കുന്നത് 5000 mAhന്റെ ബാറ്ററിയാണ്. ഇനി ഈ ഫോൺ ഹൈപ്പ് ചെയ്ത പോലെ തന്നെ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ആ ഒരു ഫാസ്റ്റ് ചാർജർ ഈ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോയിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോയ്ക്ക് തന്നെയാണ് ഈ ഒരു ഫോൺ മെയിനായിട്ട് കോമ്പറ്റീറ്ററായിട്ട് വരുന്നത്. കൂടാതെ നമ്മുടെ സാംസങ്ങിൻ്റെ M31 എന്ന് പറഞ്ഞ ഫോണിനും പിന്നെ നമ്മുടെ പോക്കോയുടെ തന്നെ X2 എന്ന് പറഞ്ഞ ഫോണിനുമാണ് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഫോൺ കോമ്പറ്റീറ്ററായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ എന്തായാലും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം.